നമസ്കാരം. ഈസ്റ്റേൺ ഓണം സ്പെഷ്യൽ രുചിഭേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ക്യാരറ്റ് പായസമാണ്. എല്ലാവരും കഴിച്ചു കാണും. ക്യാരറ്റ് പായസം സാധാരണ എല്ലാവരും കഴിക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിന് ഒരുപാട് ചേരുവകൾ ഒന്നും ആവശ്യമില്ല. ഓണമൊക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് തന്നെ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനിപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ക്യാരറ്റ്, പാല്, കശുവണ്ടിപ്പരിപ്പ്, നെയ്യ്, പഞ്ചസാര, മിൽക്ക് മെയ്ഡാണ്. ഇതിനിപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ക്യാരറ്റ്, പിന്നെ കുറച്ച് പാല്, പിന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ്. അത് ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പൊടിക്കണം. വറുത്തത്, ശകലം നെയ്യ്, പിന്നെ പഞ്ചസാര കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ആവശ്യമൊന്നും വരുത്തില്ല. പിന്നെ മെയിനായിട്ട് ഒരുപാട് ആവശ്യം ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് മിൽക്ക് മെയ്ഡാണ്. അത് 2 പാക്കറ്റ് മിൽക്ക് മെയ്ഡുണ്ട്. അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റ് ആദ്യം നല്ലോണം ചീകി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചുരണ്ടി എടുക്കണം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് കാണാം. ഞാൻ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ്, ശകലം മതി കേട്ടോ, ഒരുപാട് വേണ്ട. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റണം. കുഞ്ഞുങ്ങൾക്കെന്നല്ല വലിയ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സാധനമായത് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത. കുടിച്ചിട്ട് ആരും എന്നെ ചീത്ത പറയുകയൊന്നും ചെയ്യരുത്. ഓണക്കാലമായിട്ട് ഒരു കുന്തം ഉണ്ടാക്കി വായെല്ലാം ചീത്തയാക്കിയെന്നൊന്നും ആരും പറഞ്ഞേക്കരുതേ. ഇത് കുറച്ച് പാല് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഈ പാൽ ഒഴിച്ചിരിക്കുന്നത്.
ഇതൊന്ന് വേകട്ടെ. ഇതിനകത്ത് കിടന്നിട്ടൊന്ന് ഇങ്ങനെ തിളച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മക്കൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ മധുരം ഉണ്ടാക്കി കൊടുക്കണം. ഭയങ്കര ഇഷ്ടമാണ് അവർക്കിത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് ആദ്യം പറഞ്ഞു തരുന്നത്. ഇങ്ങനൊരു സംഭവമുണ്ട്, ഇത് വളരെ നന്നായിരിക്കുമെന്ന്. ചിലപ്പോൾ അവളിത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ചീത്ത പറയുമായിരിക്കും, കൊണ്ടുപോയി വലിയ കുക്കിംഗ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ്. എന്തായാലും സാധനം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. തിളക്കട്ടെ. പിന്നെ ഇതിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ, നല്ല രസമാണ് ഇതിൻ്റെ കളർ കാണാൻ. ഇങ്ങനെ ഇപ്പോൾ ഒന്നാമത് ഗോൾഡിനൊക്കെ വിലക്കൂടലല്ലേ, അപ്പോൾ ഇത് ഗോൾഡിൻ്റെ കളറിൽ ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഗോൾഡിനോടുള്ള ഒരു ആഗ്രഹം കൂടെ ഇതിനകത്തൂടെ നമുക്ക് കിട്ടും. പിന്നെ ഷുഗറിൻ്റെ അസുഖമുള്ളവരൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഇതൊന്ന് തൊട്ട് നോക്കിയാൽ മതി, ഷുഗർ അങ്ങ് പൊക്കോളും ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട അതിന് വേണ്ടി. അങ്ങനെയും കൂടെ ഉണ്ട് ഒരു പ്രത്യേക ഗുണം. ശകലം ഷുഗറിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒന്ന് കൂടിക്കിട്ടും. അത് ഫാക്ടറി ഓൺ ചെയ്യാം. ഞാൻ ആദ്യം ചക്കപ്പഴവും ചെറുപയറും കൂടെ പായസം വയ്ക്കാമെന്നാണ് ഓർത്ത്. അപ്പോൾ നോക്കുമ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കും. ഈ ഓണക്കാലമായിട്ട് നമ്മൾ ഈ ഒത്തിരി സമയം മെനക്കെടുത്തണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത്. പിന്നെ അതും ഭയങ്കര ടേസ്റ്റാണ്. ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഏതാണ്ട് പാകമായി വരുന്നുണ്ടവൻ. അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരുപാട് വേണ്ട കേട്ടോ. അത് കാരണം ആ മിൽക്ക് മെയ്ഡിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് വളരെ പഞ്ചസാര ഇടാറില്ല സാധാരണ. പിന്നെ ഞാൻ ഇനി മധുരം കുറവേണ്ട എന്ന് വെച്ചിട്ട് കുറച്ചിട്ടെന്നുള്ളതേ ഉള്ളൂ.
വളരെ കുറച്ച് പഞ്ചസാര ഇട്ടാൽ ഇനി ഇത് പാകമായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം, കണ്ടൻസ് മിൽക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റിനുള്ള സംഭവം. ഇതാണ് ഏറ്റവും കൂടുതൽ. ഇത് ഒഴിക്കുകയാണ് ഇങ്ങനെ. മേളിൽ ഒഴിച്ചു. പായസം റെഡിയായി കഴിഞ്ഞു. ഇനിയും കഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ വെച്ചിരുന്നില്ലേ കശുവണ്ടിപ്പരിപ്പ്, അത് പൊടിച്ചതാണ്. അത് ഇങ്ങനെ തൂവുക, കൈകൊണ്ട് തന്നെ തൂവുക. അതിങ്ങനെ കട്ടയായിപ്പോ. അത് ഇട്ടു. പായസം റെഡിയായി. ഓണവിഭവം നമുക്ക് കുറേശ്ശെ ഇത് ഒരു പാത്രത്തിലൊഴിച്ച് എല്ലാവരും സുഖമായിട്ട് കഴിക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. കഴിച്ച് നോക്കിയിട്ട് പിന്നെ ചീത്ത പറയരുതാരും, അത് മാത്രമേ പറയാനുള്ളൂ എനിക്ക്. പായസം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനോടെ കൊണ്ടുപോയി പറ്റത്തില്ലല്ലോ നമുക്ക്, ആൾക്കാരുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയി പാത്രം വെക്കണ്ട. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓണപ്പായസം. പായസം റെഡി. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഓണപ്പായസം. ക്യാരറ്റ് കൊണ്ടുള്ള ഓണപ്പായസം. ഇത് എല്ലാവരും കഴിച്ചിട്ട് എന്നെ ചീത്ത പറയണം കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.